ഹായ് ഓൾ, വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. കുറച്ച് ദിവസത്തിന് ശേഷം എല്ലാവരും എങ്ങനെ ഇരിക്കുകയാണ്? ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കൊച്ചിയിലെ റിമൈനിങ് വിശേഷങ്ങളാണ്. കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ കണ്ടു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ചെറിയ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. കാസ കിച്ചണിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോവാൻ പോകുന്നത് ഇന്ത്യൻ നേവി മ്യൂസിയത്തിലാണ്. അവിടെ നിന്ന് അടുത്തായതുകൊണ്ട് നടന്നാണ് ചെന്നത്. ഈ കാണുന്നതാണ് ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം. 50 രൂപയാണ് എൻട്രി ടിക്കറ്റ്. അകത്ത് ചെന്നതുമുള്ള സെറ്റപ്പ് ഇങ്ങനെയാണ്. ഫ്ലൈറ്റിന്റെ മോഡിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വഴിയിലൂടെയാണ് മ്യൂസിയം കാണാൻ പോകേണ്ടത്. 2 ഭാഗത്തും ചെടികൾ വെച്ചിരിക്കുന്നത് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പാതയിൽ സൈഡിലായിട്ട് ഒരു കഫറ്റേറിയയും കാണാൻ കഴിഞ്ഞു. കയറി ചെന്നതും കാണാൻ കഴിയുന്നത് നേവിയിലുള്ള റാങ്ക് ബാഡ്ജസ് ആണ്. പിന്നെ ഒരു റാങ്ക് ബേസിസുള്ള മെഡലും കാണാൻ കഴിഞ്ഞു. നേവിയിലെ എംപ്ലോയീസിന്റെയും കമാൻഡോസിന്റെയും യൂണിഫോം മോഡൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ഉപയോഗിക്കുന്ന ഫ്ലാഗ്, നേവിയുടെ എവല്യൂഷൻ, എങ്ങനെ നേവി ഉണ്ടായെന്നൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അറിയാത്ത ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റിയതായിട്ടാണ് തോന്നിയത്. അവർ ഉപയോഗിച്ചിരുന്ന ഗൺസ് TV-യിൽ കണ്ട് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ പുതിയ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്. നേവി ചീഫ് മിസ്റ്റർ സ്റ്റാൻലി ഡാവ്സിനെ കുറിച്ചും അദ്ദേഹത്തിന് കിട്ടിയ മെഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കമാൻഡോ മിസ്റ്റർ കുരുവിള, അദ്ദേഹത്തിന്റെ മെഡലും കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ നേവിയിൽ യൂസ് ചെയ്യുന്ന ബാഡ്ജസ് ആണ്. വാവ്, പലതരത്തിലുള്ള റിവോൾവർ, എന്തുമാത്രം കളക്ഷൻസ് ആണ്. ശരിക്കും പ്രൗഡ് ഓഫ് ഇന്ത്യൻ നേവി. അടുത്തത് ട്രേഡ് റിലേഷൻസിന്റെ പെയിന്റിങ്സ് ആണ്. ഈ കാണുന്നത് പോർച്ചുഗീസ് ഷിപ്പ്, 16-ാം നൂറ്റാണ്ടിൽ ബിൽഡ് ചെയ്ത പോർച്ചുഗീസ് ഫോർട്ട്. ഇത് ബോംബെ ഡോക്യാർഡ് ആണ്. ഷിപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. പിന്നെ പോണ്ടിച്ചേരി പോർട്ട്. അടുത്ത് ഞങ്ങൾ കാണാനിടയായത് ഒരു ഷിപ്പിന്റെ മോഡലാണ്. നല്ല വലിയ ഷിപ്പ്. ഇദ്ദേഹമാണ് കാനോജി ആംഗ്രേ. 16-ാം നൂറ്റാണ്ടിൽ മറാത്ത നേവിയുടെ ചീഫായിരുന്നു. ഛത്രപതി ശിവജി, ഫാദർ ഓഫ് നേവി, അദ്ദേഹത്തിന്റെ പെയിന്റിങ്സും കാണാൻ കഴിഞ്ഞു. നേവി കാരണം ട്രേഡ് റിലേഷൻസും മറൈനിലും ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസും ബോർഡിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രേഡ് റിലേഷൻസിൽ നല്ലൊരു പങ്ക് വഹിച്ച ഒരു ഷിപ്പ് വെസലിന്റെ മോഡൽ കണ്ടു. പിന്നെ മീൻ പിടിക്കാൻ യൂസ് ചെയ്ത ബോട്ട്. അതൊക്കെ കഴിഞ്ഞ് കാണാൻ ചെന്നത് നേവി ടെലിഫിലിമാണ്. ഇൻഡോ പാക് വാർ പ്രമാണിച്ച് അന്നേ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാജിയുടെ റേഡിയോ മെസ്സേജ് കേട്ടു. ഇപ്പോഴത്തെ നേവി ഡെവലപ്മെന്റിനെ കുറിച്ച് PM മോഡിജി പറയുന്നതും കാണാൻ കഴിഞ്ഞു. അടുത്തത് കാലിക്കറ്റ് പോർട്ടിന്റെ പെയിന്റിങ്സ് ആണ്. അവിടെ എങ്ങനെ ട്രേഡ് റിലേഷൻസിന് വേണ്ടി പോർച്ചുഗീസുകാർ വന്നു എന്നാണ് കാണിക്കുന്നത്. പിന്നെ ബേപ്പൂർ ബീച്ച്, അവിടുത്തെ ബോട്ടുകളാണ്. ഇവയെ മഞ്ചി എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ മെയിൻ സ്പൈസ് പെപ്പർ, അതിന്റെ ട്രേഡ് റിലേഷൻ കാണിക്കുന്ന പെയിന്റിംഗ്. വാസ്കോഡഗാമയുടെയും ഗുജറാത്തി പൈലറ്റിന്റെയും മോഡൽ. ഈ പൈലറ്റ് ആണ് പോർച്ചുഗീസ് വരാനുള്ള റൂട്ട് മാപ്പ് റെഡിയാക്കിയത്. പിന്നെ പാട്രിയോട്ട് കുഞ്ഞാലി മരയ്ക്കാർ, അദ്ദേഹത്തിന്റെ മോഡൽ. ആർക്കാണ് മരയ്ക്കാറെ അറിയാത്തത്? ലാലേട്ടന്റെ സിനിമ കാരണം മറ്റു സ്റ്റേറ്റിലുള്ളവർക്കും പരിചിതമായി. അവിടെ നിന്ന് പുറത്ത് നടന്ന് ചെല്ലുമ്പോൾ ഒരു വലിയ കൂറ്റൻ ഷിപ്പിന്റെ മോഡലും കണ്ടു. ഇതിന്റെ പേര് INS തൽവാർ ആണ്. പിന്നെ ഒരു ഹെലികോപ്റ്ററും അവസാന ഫോട്ടോയും പകർത്തി. ഫോർട്ട് കൊച്ചി വന്ന മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഒരുപാട് കാണാൻ കഴിഞ്ഞതിലുപരി യു വിൽ ഗെയിൻ നോളജ്. ഇതാണ് എനിക്ക് ഈ മ്യൂസിയത്തിനെ കുറിച്ച് പറയാനുള്ളത്. അവിടെ നിന്ന് നേരെ ചെന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് അനുഭവപ്പെട്ടത്. ഞങ്ങൾക്ക് സൺസെറ്റും കാണാൻ കഴിഞ്ഞു. വാവ്, പ്രാവുകളുടെ കൂട്ടം. അവ ചേർന്ന് ഗോതമ്പ് മണികൾ കഴിക്കുകയാണ്. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങൾ നടന്നു ചെല്ലുകയാണ് ബീച്ചിലെ വരാന്തയിലൂടെ. ശരിക്കും വലിയ ബീച്ച്. പോയപ്പോൾ അത്യാവശ്യം ക്രൗഡ് അനുഭവപ്പെട്ടു. നിങ്ങൾ ഈ കാണുന്നതാണ് ലക്ഷദ്വീപ് സീ ഷിപ്പ്. ഈ ഷിപ്പ് കൊച്ചി ഹാർബറിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോവാണ്. പിന്നെ മീൻ പിടിക്കാനുള്ള നെറ്റ് തോണിയിൽ കെട്ടിവെച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. പല വെറൈറ്റീസ് ഉള്ള മീന്, അതും ഫ്രഷ് മീന്. കാണുമ്പോൾ തന്നെ വാങ്ങാനാണ് ഞങ്ങൾക്ക് തോന്നിയത്. യാത്രയിലായിപ്പോയല്ലോ, എന്ത് ചെയ്യാനാണ്, വാങ്ങാൻ പറ്റില്ലല്ലോ. ഈ കാണുന്നതാണ് ബോട്ട് ജെട്ടി. ഇതിലാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകാൻ പോകുന്നത്. ഇവരൊക്കെ ജെട്ടിയിൽ കയറാൻ വെയിറ്റ് ചെയ്യാണ് വണ്ടിയുമായി. ഇതാണ് ഞങ്ങൾ പോയ ജെട്ടി ബോട്ട്. അകത്തെ സെറ്റപ്പ് ഇങ്ങനെയാണ്. കയറിയതും 2 സൈഡിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. സെൻട്രലിൽ ഫ്രീ സ്പേസ് ആണ് വാഹനങ്ങൾക്കായി. ഉപയോഗപ്രദം ബോട്ട് ജെട്ടി. ബോട്ട് മൂവായി. നേരെ പോകാൻ പോകുന്നത് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കാണ്. ശരിക്കും കൊച്ചി ഒരു ഐലൻഡ് സിറ്റി തന്നെയാണ്. ബിക്കോസ് ഓരോ സ്ഥലങ്ങളിലും പോകാൻ കടലും കായലിലൂടെയും കണക്ടിവിറ്റി ഉണ്ട്. രാവിലെ 7:30 തൊട്ട് രാത്രി 9:30 വരെയാണ് ഇതിന്റെ സർവീസ്. ഞങ്ങൾക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. സോ വളരെ ഹാപ്പിയാണ്. ബോട്ട് ഇറങ്ങിയത് നേരെ കയറി ചെല്ലുന്നത് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വാട്ടർ മെട്രോ എന്ന് കേൾക്കുന്നത് തന്നെ. പുതുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരു ഓട്ടോക്കാരൻ ചേട്ടനാണ്. ഇതാണ് അകത്തെ സെറ്റപ്പ്. കസ്റ്റമർ കെയർ സെന്റർ. ടിക്കറ്റ് എടുത്ത് എല്ലാവരെയും അലോ ചെയ്യാൻ 2 പേരുണ്ട്. ടിക്കറ്റ് കൗണ്ടർ. ഒരുപാട് തിരക്ക് അനുഭവപ്പെട്ടു സ്റ്റേഷനിൽ. ടിക്കറ്റ് മേടിക്കാൻ നിൽക്കുന്നു. 20 രൂപയാണ് ഫെയർ.
ഫൈനലി അങ്ങനെ വി ഗോട്ട് ടിക്കറ്റ്സ്. ഇവിടുന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ വാട്ടർ മെട്രോ കയറാൻ ചെല്ലുകയാണ്. അത്യാവശ്യം ക്യൂ ഉണ്ട്. വാവ്, പുറത്തുനിന്ന് കാണാൻ തന്നെ കിടിലം മെട്രോ വെഹിക്കിൾ. അങ്ങനെ ത്രില്ലടിച്ച് വേഗം നടക്കുകയാണ് ഞങ്ങൾ. ഫൈനലി കയറി. മെട്രോ ഓപ്പറേറ്ററിന്റെ റൂമാണ് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിലായിട്ട് പാസഞ്ചേഴ്സിന്റെ നല്ല തിരക്കുണ്ട്. ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ഏതാണ്ട് 100ഓളം പാസഞ്ചേഴ്സിൽ ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. സത്യം പറയാമല്ലോ, ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊച്ചി വന്നിട്ട്. വി റിയലി ലവ്ഡ് ഇറ്റ്. കൂടെ സേഫ്റ്റി പർപ്പസിന് വേണ്ടി ഒരു സ്റ്റാഫും ട്രാവൽ ചെയ്യും. വാവ്, ആ വേവ്സ് കണ്ടോ നിങ്ങൾ? നല്ല ആഴമുള്ള ഭാഗമാണിത്. അത് കടക്കുമ്പോൾ തന്നെ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുകയാണ്. പിന്നെ 4 hour മെമ്മറി, ഒരു ഫോട്ടോ. ശരിക്കും മസ്റ്റ് ട്രൈ ഫ്രണ്ട്സ് വാട്ടർ മെട്രോ. ഹൈക്കോർട്ട് ജംഗ്ഷൻ മെട്രോ ഇറങ്ങി ചെല്ലുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സമയം 6 ആകാശം ഇരുട്ടി തുടങ്ങി. ആൾക്കാരൊക്കെ നടക്കാനും കാഴ്ചകൾ കാണാനും ബോട്ടിങ്ങിനും വേണ്ടിയൊക്കെ വരുന്നത് കാണാം. നേരെ കാണുന്നത് ഷിപ്പ് വെസലാണ്. അതൊരു സ്പീഡ് ബോട്ട് പോലത്തെയാണെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. ആൾക്കൂട്ടം നന്നായിട്ട് വന്നു തുടങ്ങി. കുറേ പേര് അവിടെയുള്ള നല്ല കായൽക്കാറ്റും കാഴ്ചകളും ആസ്വദിക്കാൻ ഇരിക്കുകയാണ്. ശരിക്കും നല്ലൊരു വൈബാണ് മറൈൻ ഡ്രൈവ് തരുന്നത്. അവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് മെട്രോ പിടിച്ച് ലുല്ലുമോളിലെത്തി. മെട്രോ സ്റ്റേഷനിലെ തിരക്ക് കാരണം വീഡിയോ എടുക്കാൻ നിന്നില്ല. അങ്ങനെ കൊച്ചിയിലെ ലുല്ലുമോൾ കാണാൻ എത്തി. നല്ല തിരക്ക് സാറ്റർഡേ ആയതുകൊണ്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 60% ഓഫറിൽ ഡ്രസ്സ് സെയിൽസിന് ഇട്ടിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അവിടെയും ആൾക്കൂട്ടം ഒരുപാടുണ്ടായിരുന്നു. എൻ്റെയും ചേട്ടൻ്റെയും ഫോണിലെ ചാർജ് കുറവ് കാരണം ഒരുപാട് വീഡിയോസ് പകർത്താൻ പറ്റിയില്ല മോളിൽ. സോ ഈ കാണുന്നത് ഒരു ഫ്ലോറിലെ കാഴ്ചകളാണ്. ടാക്കോ ബെല്ല്, ലെതർ ഷോപ്പ്, ലെൻസ്കാർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള മെക്ഡൊണാൾഡ്സിലും ബർഗർ കഴിക്കാൻ കയറി. ഈ കാണുന്നത് അകത്തെ കാഴ്ചയാണ്. ഞാൻ ക്രിസ്പി ചിക്കൻ ബർഗറും ഹോട്ട് ചോക്ലേറ്റുമാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ ക്രിസ്പി ബർഗറും കോക്കുമാണ്. എപ്പോഴത്തെയും പോലെ തന്നെ മെഗ്ഡി ബർഗർ ബെസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൊച്ചി ട്രിപ്പിന്റെ ലാസ്റ്റ് ഫോട്ടോ ഇൻ ലുലു മോൾ. ഫൈനലി മെട്രോ കയറി ജോസ് ജംഗ്ഷനിലുള്ള ഞങ്ങളുടെ റൂമിലെത്തി. ടയേർഡാണ് ഒരുപാട്, എന്നാലും വളരെ മെമ്മറബിൾ പ്ലസ് വേർത്തും കൂടിയാണ് ഈ ട്രിപ്പ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളുടെ അടുത്ത പ്ലേസ് ഓഫ് വിസിറ്റ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഷെയറും ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക്സ്.